ഇനി ആരുടെ പോകുന്നു? ഞാൻ എങ്ങനെ പോകും? പിന്നെ എന്തൊക്കെയുണ്ട് വനജമോളെ വിശേഷങ്ങള്? കൊടൈക്കനാൽ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? ബെഡ്റൂമിലേക്ക് വരുമ്പോ കുറെ കൂടെ മാനേഴ്സ് വേണ്ടേ? അത് പിന്നെ വനജമോളെ കണ്ട സന്തോഷം കൊണ്ട് അമ്മയിങ്ങി വന്നതല്ലേ. എനിക്കൊന്നും ഇഷ്ടല്ല. പ്രദീപേ, ആഹാ, മോനിവിടെ ഉണ്ടായിരുന്നോ? പ്രദീപേ, എനിക്കൊന്ന് കുളിക്കണം. വനജമോക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിലേ ഞാൻ വിദ്യയോട് പറഞ്ഞ് ഉടനെ ചൂടാക്കിച്ചു തരാം. പ്രദീപേ, എനിക്കൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഞാൻ നിൽക്കുന്നോണ്ടാണോ? എന്നാ അമ്മ പോയി ആ ചൂടോളം എടുത്തോണ്ട് വാ. പ്രദീപേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സ്വന്തം മുറിയിലെങ്കിലും എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അമ്മയുടെ മുഖം എന്താ ഒരുമാതിരി തേള് കുത്തിയതുപോലെ. രണ്ടാമത്തെ മരുമകൾ മുറി നിറക്കി വിട്ടോ? ഞാൻ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കേ. പിന്നെ വിദ്യേട്ടത്തിന്റെ അടുത്തെടുക്കുന്ന അടവൊന്നും 2 ലക്ഷത്തിന്റെ ചെലവാകുകയല്ല. സൂക്ഷിച്ചും കണ്ടു നിന്നാ കൊള്ളാം. നീ പോടാ അവിടുന്ന്. ഞങ്ങളുടെ മുറി മാത്രം തൂക്കാനും തുടയ്ക്കാനും ഇവിടെ എന്താ ആളില്ലേ? നീ ഇന്നവരുടെ മുറി തുടച്ചില്ലേ വിദ്യേ? തുടച്ചു. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആ, ചിലരുടെ മുറി ശരിക്കും വൃത്തിയാക്കിയില്ലെങ്കിൽ നാറും. ഈ പെർഫ്യൂമിന്റെയും ലാക്ടോകലാമിന്റെ ഒക്കെ നാറ്റേ എന്തൊരു ബോറാ ഇല്ലമ്മേ. ഇത് ആർക്ക് വെച്ചിരിക്കുന്ന അടി? അവനൊന്നും തിന്നുന്ന പാത്രമെങ്കിലും ഒന്ന് കഴുകി വെച്ചൂടെ? നാളെ നീ ഒരുത്തോണ്ട് പുറക്കേണ്ടതാ. അന്നേരം ഞാൻ ചെയ്തോളാം. ആഹാ, പ്രസന്നെ പാത്രം കഴുകിക്കാൻ നിന്നോടാ പറഞ്ഞത്? എന്നെ കൊണ്ട് പറ്റില്ല. പ്രസന്നെ പൊയ്ക്കോട്ടെ പ്രസാദേ, ഞാൻ കഴുകി വെച്ചോളാം. വിദ്യയെടുത്ത് ആ പാത്രം തുടരുത്. നിന്നോടാ പറഞ്ഞത്. എന്നെ കൊണ്ട് സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ പ്രസാദേ? എന്തിനാണ് അവളെ അടിച്ചത്? വലിയ ആളാവില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ മൂത്തവരുണ്ട്. മൂത്തവരുടെ കഴിവുകൾ കൊണ്ടാ ഇവളിങ്ങനെ വഷളായത്. ഇനി മുതലേ അവനവന്റെ ജോലി അവനവൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. നീ ആരാടാ അതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് ഇതുവരെ അറിയില്ലേ? എടാ ശാന്ത, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ശ്രീധര ബാക്കി തരാമെന്ന് പറഞ്ഞ ദിവസമായി ഇന്ന്. അവിടെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടില്ല. കുറച്ചു ദിവസം വൈകുന്നല്ലാതെ അച്ഛൻ കൊണ്ടൊന്നും തരാതിരിക്കില്ല. ഇനി അങ്ങനെ വൈകാൻ ഒക്കില്ല. അന്തസ്സുള്ളവരാണെങ്കിൽ ഇന്നലെ കൊണ്ട് തരേണ്ടതല്ലേ? ചതിക്കുന്ന കൂട്ടരാ. ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ചുമതല നമുക്കുള്ളതാ. ഞാനിപ്പോ എന്ത് ചെയ്യണം? വിദ്യയുടെ അച്ഛനെ പിടിച്ചേറ്റി അമ്മയുടെ കയ്യിൽ കൊണ്ടുവരണോ? അയ്യണ, അവിടെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോഴേക്കും അവന് 4 നാക്കാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേഗം അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്. മോൾ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോഴേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. ബാങ്കുകാരോട് പറഞ്ഞ അവസാനത്തെ അവധിയും കഴിഞ്ഞു. അമ്മേ, വിദ്യേച്ചി. ആയസാ, ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞിരിക്കായിരുന്നു. ജീവിച്ച് കൊതി തീരാത്തവർക്കല്ലേ ദീർഘായുസ് വേണ്ടത്. ജീവിതം അടുത്തവർക്ക് എന്തിനാ ദീർഘായുസ്? നിന്നെ അവിടെ എന്താ വേദാന്തം പഠിപ്പിക്കണ്ടോ? അതൊരു സർവകലാശാലയല്ല അച്ഛാ. എല്ലാം പഠിച്ചിറങ്ങുമ്പോഴേക്കും ആയുസ് ബാക്കി കാണില്ലെന്നേ ഉള്ളൂ. അവള് വെയിലും കൊണ്ട് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. വേദാന്തമൊക്കെ പിന്നെ ആവാം. മോളിഞ്ഞു വാ, ഞാനിത്തിരി കാപ്പി എടുക്കട്ടെ. ചേട്ടൻ വന്നില്ലേ? എന്റെ കൂടെ വന്നാ പിന്നെ ആ തള്ള പൊറുപുറത്ത് മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കും. നീ ഒറ്റയ്ക്കാണോ വന്നത്? അതെ. സ്ത്രീധന ബാക്കി അങ്ങോട്ട് എത്തിയില്ല അല്ലേ? നിനക്ക് തരാനുള്ള തുക ഉണ്ടാക്കാൻ അച്ഛൻ ഇനി കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. ചേച്ചി വല്ലാതെ ക്ഷീണിച്ചു പോയി. സത്യം പറ മോളെ, നിനക്കവിടെ സുഖാണെന്ന് പറയുമ്പോ നീ എത്ര മറച്ചു പിടിച്ചാലും അമ്മയ്ക്ക് മനസ്സിലാവും. നമ്മൾ പെണ്ണുങ്ങളല്ലേ, അതൊക്കെ സഹിച്ചേ പറ്റൂ. നിനക്കൊരു കുഞ്ഞുണ്ടായ പകുതി വിഷമം മാറും. കുഞ്ഞിനോട് അവർക്ക് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ മകന്റെ കുഞ്ഞല്ലേ. നിന്നോടുള്ള പെരുമാറ്റത്തിന് കുറച്ചൊരു മയം വന്നേനെ. എന്താ മോളെ പറയുന്നത്? എന്തായാലും അമ്മയോട് പറ.
എന്നോട് പറയാൻ പറ്റതായി മോക്ക് എന്താ ഉള്ളത്? എന്തായാലും അമ്മയോട് പറ മോളെ. എനിക്കൊരു കുഞ്ഞിന് ദൈവം തന്നതാണമ്മേ. അവരതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നു. സ്ത്രീധന ബാക്കി കിട്ടാതെ വന്ന എന്നെ ഉപേക്ഷിക്കാൻ കുഞ്ഞൊരു തടസ്സമാവരുതല്ലോ. എന്റെ ഈശ്വര, അച്ഛനോട് ക്ഷമിക്കും മോളെ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇനി വീട് മാത്രമേ വെക്കാറുള്ളൂ. അതും കൂടി വിറ്റാ പിന്നെ അമ്മേ, എന്താ മോളെ? ഇത്ര കാലത്ത് എഴുന്നേറ്റ് അച്ഛൻ എങ്ങോട്ടാ അമ്മേ പോയത്? അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോയതാ. നിന്റെ കാര്യത്തിന് വന്നിട്ട് വേണം ജോലിക്ക് പോവാൻ. എനിക്ക് ഇന്ന് തന്നെ പോണമായിരുന്നു. അച്ഛൻ വന്നിട്ട് പോവാ മോളെ. എന്തോ അത്യാവശ്യ കാര്യം നിന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിക്കട്ടോന്ന് ചോദിച്ചു. വേണ്ട, ഉറങ്ങട്ടെ, വന്നിട്ട് പറയാന്ന് പറഞ്ഞു. വിദ്യജി, വിദ്യജി, ചേച്ചി കുറുപ്പേട്ടിന്റെ വണ്ടി ഇടിച്ചു. ഇന്ന് ഇത് കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെല്ല്.